ഏറെ ശ്രമകരമായിരുന്നു അത്തരത്തിൽ വനമേഖലയിലൂടെയുള്ള തിരച്ചിലെന്ന് നമുക്കറിയാം. 4 കിലോമീറ്റർ ഇന്ന് പരിശോധിച്ചതിൽ നിന്നും എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നാളെ ഉൾപ്പെടെ പരിശോധന തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? വിനീത, ഈ സൺറൈസ് വാലി മേഖലയിൽ പ്രത്യേക കമാൻഡോ സംഘം 12 പേരടങ്ങുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 12 പേരടങ്ങുന്ന സംഘം ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിൽ അത് ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ഇന്ന് 6 കിലോമീറ്റർ തെരച്ചിൽ നടത്താനായിരുന്നു ആസൂത്രണം ചെയ്തത്. പക്ഷേ അല്പം വൈകിയാണ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് 4 കിലോമീറ്റർ മാത്രമാണ് ഇവർക്ക് തെരച്ചിൽ നടത്താൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തെ സംഘം അവർ തിരിച്ചെത്തി. രണ്ടാമത്തെ സംഘം അല്പസമയത്തിനകം ഹെലികോപ്റ്ററിൽ തിരിച്ചെത്തും. അതിന് ഇടയിൽ ADGP MR അജിത് കുമാർ ഈ മേഖല, സൂചിപ്പാറ മേഖല, ഒപ്പം സൺറൈസ് വാലി അടക്കമുള്ള മേഖല നിരീക്ഷിക്കാൻ, ആകാശ നിരീക്ഷണം നടത്താൻ വേണ്ടി ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഏതായാലും നാളെയും ഈ തെരച്ചിൽ തുടരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഏതാണ്ട് 18 കിലോമീറ്റർ ഈ മേഖലയുണ്ട്, ഈ വനാന്തരം ഉൾപ്പെടെ ആ മേഖലയിൽ ആകെ പരിശോധന നടത്താനുള്ള ആലോചനയുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന അവലോകന യോഗത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം അവിടെയാണ് കൃത്യമായ ഒരു പരിശോധന ഇതുവരെ നടത്താതിരുന്നത്. അവിടെ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിലൂടെ ഈ കമാൻഡോ സംഘത്തെ ഇറക്കിയുള്ള പരിശോധന അത് ഫലപ്രദമാകുമോ എന്നതടക്കം ഇവർക്ക് അവിടെ നിന്നും എന്ത് വിവരം ലഭിച്ചു എന്നതിനനുസരിച്ചായിരിക്കും. എന്തായാലും മൃതദേഹങ്ങളൊന്നും ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളില്ല. പക്ഷേ ഇന്ന് 4 കിലോമീറ്റർ മാത്രമാണ് തിരച്ചിൽ നടന്നത്. അതുകൊണ്ട് നാളെ കൂടുതൽ തിരച്ചിൽ നടക്കുമ്പോൾ മൃതദേഹങ്ങൾ കണ്ടുകിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇപ്പോൾ ADGP MR അജിത് കുമാർ കൂടി അവിടെ നിരീക്ഷണം നടത്തി ഈ പോയ കമാൻഡോ സംഘത്തിലെ വിവരങ്ങൾ അവരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാകും തുടർ ഈ തെരച്ചിലിനെ പറ്റിയുള്ള തീരുമാനമെടുക്കുക. ഏതായാലും ഏറ്റവും സാഹസികമായ ദൗത്യം തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സഹായത്തോടെ ഈ ഇന്ത്യൻ ആർമിയും ഒപ്പം പോലീസിൻ്റെ SOG കമാൻഡേഴ്സും കൂടി ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടക്കം മാത്രമാണെന്ന് രാവിലെ തന്നെ ADGP MR അജിത് കുമാർ പറഞ്ഞിരുന്നു. ഒപ്പം SOG കമാൻഡൻ്റെ SP തബോഷ് ബസ്മതാരിയോ, ലഫ്റ്റനന്റ് കേണൽ ഋഷി, ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ ഋഷി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കൽപ്പറ്റ സ്കൂൾ മൈതാനിയിൽ ക്യാമ്പ് ചെയ്ത് ഇവിടെ നിന്നാണ് ഇവർ പോയത്. അല്പസമയത്തിനകം ഇവിടെ തിരിച്ചെത്തും. അതിനുശേഷമാകും ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുക. ഏതായാലും ഒരുപക്ഷെ 18 കിലോമീറ്റർ തെരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിതല സമിതിയുടെ തീരുമാനവും പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ മൃതദേഹം അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവിടെ രക്ഷാപ്രവർത്തകരായി എത്തി കുടുങ്ങിയവർ അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം പോലീസിന് വിവരം നൽകിയിരുന്നു. മാത്രവുമല്ല അവിടെ നിന്നും പലരും പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, ആദ്യഘട്ടത്തിൽ പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തെരച്ചിൽ ആസൂത്രണം ചെയ്തതും. ഏതായാലും ഈ ഉരുൾപൊട്ടലുമായി തുടർച്ചയായി കഴിഞ്ഞ 8 ദിവസം ഈ മേഖലയിൽ നടന്ന രക്ഷാപ്രവർത്തനം അതിൽ ഏറ്റവും റിസ്ക് ഉണ്ടായ ഈ ഒരു തെരച്ചിൽ ഇന്നത്തേതാണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എന്നിട്ടും കാത്തിരുന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ പക്ഷേ പലപ്പോഴും മേഘാവൃതമായിരുന്നു. ഈ മേഖലയാകെ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്ത് ഇവരെ അവിടെ സൂചിപ്പാറയിൽ വനാന്തര മേഖലയിൽ അവിടെ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടലിൽ. ആ തുരുത്തിലാണ് ഇവരെ ഡ്രോപ്പ് ചെയ്തത്. ഇനി അതേ സ്ഥലത്ത് നിന്ന് ഒരു ബക്കറ്റ് വഴിയാണ് അവരെ മുകളിലോട്ട് ഉയർത്തുന്നതും. ഏതായാലും ഇനി 6 പേർ കൂടി എത്താനുണ്ട്. 6 അംഗ സംഘം തിരിച്ചെത്തി. അതിൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒപ്പം 6 ആർമി കമാൻഡോസ്, 4 SOG കമാൻഡോസ്, ഇങ്ങനെ ഉൾപ്പെടുന്ന 12 അംഗ സംഘം. നാളെയും ഇതേ അംഗസംഖ്യ ആയിരിക്കാം ഒരുപക്ഷെ. ഇന്ന് ചേരുന്ന യോഗത്തിൽ IG സേതുരാമൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു യോഗം ഇപ്പോൾ കൺട്രോൾ റൂമിൽ, ഈ ചൂരൽമലയിലെ കൺട്രോൾ റൂമിൽ ആ യോഗം ചേരുന്നുണ്ട്. ഒപ്പം മന്ത്രിതല സമിതിയുടെ യോഗം കളക്ടറേറ്റിലും ഇപ്പോൾ തുടരുന്നു. ഈ 2 യോഗത്തിലെയും തീരുമാനം ഏറ്റവും നിർണായകമാണ് തുടർ ദിവസങ്ങളിലെ തെരച്ചിലിൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിൽ കൂടുതലായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചതും മറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള തെരച്ചിലായിരുന്നു ഉരുൾപൊട്ടൽ നടന്ന മേഖലയാകെ നടന്നത്. അത് മുണ്ടകൈയായാലും താഴോട്ടേക്ക് ഇങ്ങ് ചൂരൽമലയായാലും ഓരോ ഇടങ്ങളിലും അത്തരം തെരച്ചിലായിരുന്നു. പക്ഷേ ഇവിടങ്ങളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ കമാൻഡോസിനെ അവിടെ ഇറക്കി അവർ അവിടെ വനാന്തരങ്ങളിൽ തെരച്ചിൽ നടത്താനുള്ള തീരുമാനം എടുത്തതും. ഏതായാലും അതിൽ എത്രത്തോളം അതിൻ്റെ ഒരു റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് വിലയിരുത്തും. ഇതുവരെ എന്തായാലും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ ദുർഗന്ധം വമിക്കുന്നു എന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടെത്തിയവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസവും തെരച്ചിൽ തുടരും. നാളെയും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാവിലെ 8 മണിക്ക് തന്നെ തെരച്ചിലിന് സംഘം പോകും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും ADGP തിരിച്ചെത്തിയാൽ ഈ സംഘവുമായി ആശയവിനിമയം നടത്തി ADGP മാധ്യമങ്ങളെ കാണും.